27 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ചൂടാണ്, അതും സന്തോഷം. പക്ഷേ 28-29 ആകുമ്പോഴേക്ക് ഇത്തിരീശം ഞാനങ്ങോട്ട് ചുവന്ന് തുടങ്ങും, അതിൻ്റെ കൂടെ ഇത്തിരീശം ഒന്ന് ഇരുണ്ടും തുടങ്ങും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. കാലാവസ്ഥ അടിപൊളിയാണ്, സമ്മർ അങ്ങ് പീക്ക് ലെവലിൽ എത്തിയ പോലെയാണ് നിൽക്കണേ. എന്തിനാണോ ഞാൻ പറഞ്ഞത്, എനിക്കെന്തോ സന്തോഷം അങ്ങോട്ട് തുളുമ്പി നിൽക്കുകയാണ്. പഠിത്തം നടന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ പഠിത്തം കുഴഞ്ഞു, ഉറക്കം പിന്നെയും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഇനി അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞു. ഇനി അവസാനത്തെ 4 മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണിയായിട്ട്. 6 മണിക്കാണ് ഈ കാണുന്ന വെളിച്ചവും കാര്യങ്ങളൊക്കെ. ഇത്രയും വെളിച്ചം കണ്ടോ നിങ്ങൾ? നമ്മുടെ വെളിച്ചം കണ്ടോ നിങ്ങൾ? ഇത്രയും വെളിച്ചവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ഷൂട്ടിംഗ് ആണ്. ഇനി ഒരു 4 മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ പോവാണ്. 4 മണിക്കൂർ ഷൂട്ട് ചെയ്യണതിന് 60 പോയിൻ്റാണ് ടാർജറ്റ്. എത്തുമായിരിക്കും, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്ക് അന്ന് ടാർജറ്റ് എത്തണമെന്നുണ്ടായിരുന്നു, എത്തി. ഇപ്പം ഞാൻ ചുമ്മാ അവർ നമ്മളോട് ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അത് അവരുടെ ഒരു സേക്കിന് വേണ്ടി മാത്രം. അപ്പം എത്ര എത്തിയാലും അത്ര തന്നെ എത്തുമായിരിക്കും ടാർജറ്റ്. എത്രയും എത്തട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ വേറെ എന്താ, പിന്നെ വേറെ ഒന്നുമില്ല. ഹാപ്പിയാണ്, കാരണം എന്തോ നല്ല കാലാവസ്ഥയുടെ ആവാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ പോയി പണിയെടുക്കട്ടെ. ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു, ആദ്യത്തല്ല 2 ഷിഫ്റ്റ് കഴിഞ്ഞു. മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു, നൂൺ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കയറാൻ പോകുന്നത് ഈവനിങ് ഷിഫ്റ്റിലേക്കാണ്. ക്ഷീണമുണ്ടോയെന്ന് വെച്ചാൽ ക്ഷീണമുണ്ട്, പക്ഷേ ക്ഷീണിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും നേരം എനിക്ക് എത്രയും പണിയിലായിരുന്നു, തലേനെയാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി ശരീരത്തിനെയും കണ്ണിനെയും കൂടി പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തീരുമ്പോഴേക്കും എൻ്റെ കാര്യം പരിതാപകരമാകുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി പോയി ഷൂട്ട് ചെയ്യാം. നമ്മുടെ പിന്നിൽ നിന്ന്, നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ള കൂട്ടുകാരോടൊക്കെ എല്ലാവരോടും നിന്ന് ആൾക്കാർ കുറ്റം പറയും, നാട്ടുകാർ കുറ്റം പറയും, ബന്ധക്കാർ കുറ്റം പറയും, എല്ലാവരും കുറ്റം പറയും. അണ്ടിൽ അൺലെസ് ദേ കം ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഡസ് ദിസ് തിങ്, റിയാക്ട് ചെയ്യേണ്ട, ഇഗ്നോർ ചെയ്യുക, നിങ്ങൾ പോകുന്ന വഴി അങ്ങ് പോവുക. ഇപ്പം ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയാം. ഇന്നൊരു പുള്ളിക്കാരി വന്നിട്ട് എവിടെയോ എന്തോ കംപ്ലയിൻറ്റ് ചെയ്തു, വേറെ ഒരുത്തുമ്പോൾ എന്നോട് പറഞ്ഞു. ഞാനവിടെ ചിൽ മോഡിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് വെച്ച് ഇത് കേട്ടിട്ട് നിനക്ക് വിഷമമൊന്നുമില്ലേ? ഞാൻ ഏറ്റവും എളുപ്പത്തിൽ പുള്ളിയോട് ഉത്തരം പറഞ്ഞുള്ളൂ. എവിടെയോ ഇരുന്ന് ആരോ എന്തോ പറഞ്ഞു എന്നും വെച്ച് ഞാൻ അതിൽ വിഷമിക്കാനോ അല്ലാണ്ട് എൻ്റെ സമാധാനം കളഞ്ഞിട്ടോ എനിക്കൊന്നും കിട്ടാനില്ല. എന്നെ എഫക്റ്റ് ചെയ്യാത്തടത്തോളം, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് പ്രൂഫോടുകൂടി നിരത്താത്തടത്തോളം ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പീസ് കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പീസ് കളയണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പലതും പറഞ്ഞ് അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാം, അത് നമ്മൾ എഫക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പലതും പറയുന്നത് പലരും വിശ്വസിച്ച് അവരവരുടെ ആ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കോട്ടെ. നിങ്ങൾ എന്തിലേലും ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഴി അങ്ങ് പോവുക, അതിൽ ഫോക്കസ് ചെയ്യുക, അതിൽ അച്ചീവ് ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ആ അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെല്ലാവരും അവിടെ നിന്ന് ഷേ എന്നങ്ങ് പറഞ്ഞോളും, അല്ലെങ്കിൽ അവിടെ വിഷമിച്ചിരുന്നോളും. നിങ്ങളപ്പോൾ പരമാവധി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ നോക്കാം. പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ശ്രമിക്കുക, ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ കാര്യം. ഒരു വിധത്തിൽ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്, തവിട് പൊടിയായി. എന്തൊക്കെയായാലും 4 മണിക്കൂറിൽ നമ്മൾ ഇന്നത്തെ ഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകണം. സമയം ഇപ്പോൾ 9:45 ഇനി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും 10-11 മണിയാവും. എന്താവുന്നു ഒരു പിടിയില്ല. പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ ടാർജറ്റ് എങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട്. മുഖത്തുണ്ട് ആ ക്ഷീണം എന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ഇതെവിടെ എൻ്റെ ക്യാമറ ഒക്കെ ചത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. ഇതാണ് അവസ്ഥ. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്തൊക്കെയോ ഭാഗ്യത്തിന് എങ്ങനെയൊക്കെയോ തീർത്തു. എൻ്റെ പരിപാടി തീർന്നു, പക്ഷെ അപ്പുറത്ത് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്തോ നമ്മുടെ അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അവർക്ക്. അമ്മേ, എനിക്ക് തല വെട്ടിപ്പൊളിയണു. കാലത്ത് 6 മണിക്ക് തുടങ്ങിയതാണ്, 10 മണി വരെ, അതായത് 16 മണിക്കൂർ. അന്തസ്. എനിക്ക് എൻ്റെ മണ്ടത്തരം കാരണം പറ്റിപ്പോയതാണ്. ഞാൻ നാളെ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചു വന്നപ്പോൾ അവസാനം ഇന്നും പണിയെടുക്കണമെന്നു, നാളെയും പണിയെടുക്കുന്നു. കാരണം തിങ്കളാഴ്ച കാലത്ത് 7:45 പരീക്ഷ ഉണ്ടല്ലോ. ആകെ മൊത്തത്തിൽ കുഴഞ്ഞു, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയായാലും ഇതായിരുന്നു നമ്മൾ വിചാരിച്ചതിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയില്ല ആ സെറ്റപ്പ്. എന്തെങ്കിലും ആവട്ടെ, നടക്കുന്ന പോലെ ആവട്ടെ. നമ്മുടെ വെടിക്കെട്ടും പരിപാടികളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തുള്ളവരെയും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പുറത്തുള്ളവർ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്ഥിരം വരുന്ന ആളാണ് ഒലിവിയ. യുവർ യൂഷ്വൽ ഹായ്, ഹൗ ആർ യു?
Artham, can you give me a hi? Hi. Thank you. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി, ബൈ ബൈ. ഇനി പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. സമയം 9:45 പുറത്ത് ഇരുട്ടായിട്ടില്ല ഗൈസ്, ഇരുട്ടായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അയ്യോ നിൽക്കൂ, പുറത്ത് 9:45 വെളിച്ചം നോക്കിയാൽ നിങ്ങൾ ഇപ്പോഴും ഇത്രയും വെളിച്ചമുണ്ട്. ഇരുട്ടാവുമ്പോൾ ഇന്ന് മിക്കതും 10 മണിയാണ് പറയുന്നത്. 10 മണിക്ക് ഇരുട്ടാവും. എന്താ അല്ലേ, സമയം 10:15 ഞാൻ വിചാരിച്ചത് ഇരുട്ടാവുമെന്നാണ്, പക്ഷെ ഇപ്പോഴും ഇരുട്ടായിട്ടില്ല. ഇരുട്ടിനായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ബസ് വരേണ്ടതാണ്. ബസ് പോയിന്നാ തോന്നണേ, കാരണം ഓടിക്കതച്ച് വന്നപ്പോൾ പോയിന്നാ തോന്നണേ. കാരണം ആകെ 3 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ 10:15 കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 11 മണി. ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി കിടക്കുമ്പോഴേക്കും 12 മണി. നാളെ 6 മണി ജോലി. ആകെ മൊത്തത്തിൽ സൂപ്പർ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പറ്റണത് നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യും എന്നുള്ള ഉറപ്പിൽ അല്ലെങ്കിൽ കോൺഫിഡൻസിൽ നമുക്ക് പോവാം. പക്ഷെ പൊട്ടുമെന്നാണ് തോന്നണത് തിങ്കളാഴ്ച. ലക്ഷണവും മട്ടും ഭാവവും കണ്ടിട്ട് കയ്യിൽ നിന്ന് ഇട്ടാലും ഇത് ഓറലാണ്, വൈവിയാണ്, കൊണ്ട് പെടാനാണ് സാധ്യത. നമുക്ക് നോക്കാം, വരണത് പറഞ്ഞ പോലെ ആവട്ടെ. ഓടിക്കതച്ച് വന്നത് വെറുതെ ആയി. ട്രാം പോയി എന്നാ തോന്നണത്. കാരണം വരാനായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നേനെ. പത്രമൊക്കെ തന്നെ കാര്യങ്ങൾ. 10:15 ഇരുട്ടായിട്ടില്ല. ഞാൻ പോട്ടെ എന്നാ, വേറൊന്നും പറയാനില്ല. ടഫ് ഡേ ആയിരുന്നു, പക്ഷെ ഇന്നത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഇന്നലെ തൊട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്കും സമയം മാറിപ്പോയി, സമയം വൈകിപ്പോയി. അതൊക്കെയാണ് കാരണം. പത്രമൊക്കെ തന്നെ പുതിയ വ്ളോഗിൽ കാണാം. ബൈ ബൈ. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നതും എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയില്ലേ, ആ പരിപാടി ചെറിയ രീതിയിൽ സത്യമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പും കൂടി കടിച്ച അവസ്ഥ. ഇന്നിവിടെ ഏതോ മാരത്തോൺ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബസ്സുമില്ല, ഒരു കോപ്പുമില്ല. പെട്ടു. ഇപ്പം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ പ്ലസ്സായി. കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അത് ചില റൂട്ടിൽ കൂടെ മാത്രം. അതല്ലാതെ ഉള്ള എല്ലാ സാധനവും ബ്ലോക്കാണ് ഒരു മാരത്തോൺ കാരണം. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചില്ല. ഇത്രയും വലിയ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റൽ വരെ നടക്കണം. എൻ്റെ ഒരു അവസ്ഥ പരിതാപകരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരത്തിൻ്റെ പീക്ക് ലെവൽ. എന്ത് ചെയ്യാൻ പറ്റും? ഇതും വിധിയുടെ ഒരു വിളയാട്ടമായി കാണേണ്ടിയിരിക്കുന്നു. ചില സാഹചര്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യും, പ്ലാനുകൾക്ക് അതീതമായിട്ട് നടക്കും. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിപ്പോയി. ഞാനാണെങ്കിൽ ചത്ത് സമയം 11:45. ഇനി ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കി, ഫുഡ് കഴിച്ച് കിടന്ന് എണീറ്റ് നാളെ കാലത്ത് പിന്നെ 6 മണിക്ക് ഷിഫ്റ്റ്. അമ്മേ, ആരാണോ ഞാൻ കണി കണ്ടേ, ഇത്രയും ഗതി കേട്ടത്. അപ്പം അതാണ് അവസ്ഥ. നടന്നുകൊണ്ടിരിക്കണ ഒരു മാരത്തോൺ കാരണം ജീവിതം തന്നെ മാറിക്കിട്ടി. നാളെ ആരോഗ്യം ഉണ്ടെങ്കിലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആരോഗ്യം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു അംശം പോലും എൻ്റെ ശരീരത്തിൽ ഇല്ല. എന്താവോ. അപ്പോൾ ശരി, ബൈ ബൈ. ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അവസ്ഥ ദയനീയെന്നൊന്നും പറയാൻ പാടില്ല, അതിലും കഷ്ടമാണ്. അപ്പം ശരി.